ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻട്രസ്റ്റഡും ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുമായിട്ടുള്ള ഒരു ട്രേഡിംഗ് രീതിയിൽ ഒന്നാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. നമ്മൾ ഇന്ന് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മാത്രമല്ല എന്തുകൊണ്ടാണ് ഇൻട്രാ ട്രേഡിങ്ങിന് ഇത്രത്തോളം പണം ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യം തന്നെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ലോങ് ടേമിൽ ഇൻട്രാഡേ ട്രേഡിംഗ് നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഫുൾ ടൈം ജോബ് വരെ കളഞ്ഞ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകളെ പോലും നമുക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ കാണാം. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 90% ആളുകളും ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നതിൽ ലോസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെറുതെ ഇരുന്ന് പണം ഉണ്ടാക്കാം, ചുമ്മാതിരുന്ന് ഈസി ആയിട്ട് പണം ഉണ്ടാക്കാം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മളൊക്കെ ഇവിടെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റ് ആദ്യം തന്നെ മാറ്റുക. നല്ല രീതിയിൽ ഡിസിപ്ലിനോട് കൂടി നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ സ്കിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രം പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ നല്ല രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ട്രേഡിംഗിലേക്ക് ഇറങ്ങുക, നിങ്ങളുടെ സമയവും എഫേർട്ടും അവിടെ ഇടാനും തയ്യാറാവുക. അപ്പോൾ എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്? ഇന്റർ സ്റ്റേറ്റ് ട്രാവലും ഇൻട്രാ സ്റ്റേറ്റ് ട്രാവലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇന്റർ സ്റ്റേറ്റ് ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിംഗ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. അതായത് ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇന്റർ സ്റ്റേറ്റ് ട്രാവലാണ്, ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. ഇൻട്രാ സ്റ്റേറ്റ് ട്രാവൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനകത്ത് തന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ കൊച്ചിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാവലാണ്. അപ്പോൾ അത് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. അതേപോലെ തന്നെ ഇൻട്രാ ഡേ ട്രേഡ് എന്ന് വെച്ചാൽ ഇൻട്രാ ഡേ, അതായത് ഒരു ദിവസം വിത്തിൻ ദ ഡേ, ആ ഡേയിൽ തന്നെ ട്രേഡ് തുടങ്ങി അവസാനിച്ച് അന്ന് തന്നെ എല്ലാം സെറ്റിൽ ചെയ്ത് ഇറങ്ങുന്ന ട്രേഡിംഗ് രീതിയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ രാവിലെ 9 മണിയാകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആവും, വൈകിട്ട് 3:30 ആകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യും. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പ്രോഫിറ്റ് എങ്കിൽ പ്രോഫിറ്റ്, ലോസ് എങ്കിൽ ലോസ്, ഇതൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി പോകുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻട്രാഡേ ട്രേഡിംഗ് നമുക്ക് മേജറായിട്ട് ഒരുപാട് പൊട്ടൻഷ്യലി പൈസ ഉണ്ടാക്കി തരും എന്ന് പറയുന്നതിന് 3 കാരണങ്ങളുണ്ട്. ഓരോ കാരണങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ വൈ ഈസ് ഇൻട്രാഡേ ട്രേഡിംഗ് സോ ഡിസൈറബിൾ? പാർട്ട് 1. ഒന്നാമത്തെ റീസൺ. ഈ ഒന്നാമത്തെ റീസൺ അത്രത്തോളം ഫാൻസി ഒന്നുമല്ല, നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ മൂന്നാമത്തേതാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞെട്ടാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. ബട്ട് എനിവേ, ആദ്യത്തെ കാരണം, നമ്മളിപ്പോൾ ഓൾറെഡി ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. ഇനിയും മുന്നോട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്നു ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ടാണ് പോകാൻ ചാൻസ് എന്ന്. അപ്പോൾ ഇന്ന് ഒരു സ്റ്റോക്കിന്റെ വില 100 രൂപയാണ്. എന്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ 1000 രൂപ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ 10 സ്റ്റോക്ക് വാങ്ങിക്കുന്നു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു, കാരണം എനിക്കറിയാം ഇതിന്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നു. ഇതിന്റെ പ്രൈസ് 110 എത്തുന്നു, ഞാൻ എല്ലാം വിൽക്കുന്നു. അപ്പൊ എനിക്ക് എത്ര രൂപ കിട്ടി? ഒരു സ്റ്റോക്കിൽ 10 രൂപ വീതം 100 രൂപ എനിക്ക് ലാഭം കിട്ടി. ബ്രോക്കറേജ് ഫീയും ടാക്സും ഒന്നും ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് വയ്ക്കാം, കാരണം നമ്മളിവിടെ പഠിക്കുകയാണല്ലോ. ഓൾറെഡി അപ്പം നമ്മൾ 100 രൂപ ലാഭം ഉണ്ടാക്കി. അപ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ മൊത്തം 1100 രൂപയുണ്ട്. ഈ 1100 രൂപ വെച്ച് നമുക്ക് നാളെയും ട്രേഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് വെച്ച് ഞാൻ ആ സ്റ്റോക്ക് ഇന്ന് വാങ്ങി ഇന്ന് തന്നെ കുറച്ച് സമയത്തിന് ശേഷം വിൽക്കുന്നതിനെയാണ് ഞാൻ ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ലോങ് പൊസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റിലയൻസിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, സോ ഞാൻ ലോങ് പൊസിഷനാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ട് പോകും എന്നുള്ള ആ ഒരു എന്റെ അസംഷനിൽ, അതല്ലെങ്കിൽ എന്റെ ആ ഒരു അനാലിസിസിൽ എനിക്ക് മനസ്സിലാവുന്നു ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ട് പോകും, അതുകൊണ്ട് ഞാനത് ഇപ്പോൾ ബൈ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. സിമ്പിൾ. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ചെറിയൊരു കാര്യമുണ്ട്, സംഭവമൊക്കെ കൊള്ളാം, ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് എൻ്റെ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുകയാണ് നാളെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ടല്ല താഴോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുമോ? യെസ്, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. സോ പാർട്ട് 2, വൈ ഇൻട്രാഡേ ട്രേഡിംഗ് ഈസ് സോ ഡിസൈറബിൾ, നമുക്ക് രണ്ടാമത്തെ റീസൺ നോക്കാം. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ സിമ്പിൾ ആയിട്ടൊരു അനോളജി പറയാം. ഇന്ന് രാവിലെ ഞാൻ എണ്ണീറ്റപ്പോൾ ഒരു കോയിൻ സ്വർണത്തിൻ്റെ വില 10,000 രൂപയാണ്. പക്ഷേ എനിക്കറിയാം ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വില 8,000 രൂപയാകും എന്ന്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ അതെനിക്ക് തന്നാൽ ഞാൻ 10,000 രൂപ തന്നേക്കാം, അതായത് ഇപ്പോഴത്തെ വില 10,000 രൂപ തന്നേക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നു എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. അപ്പോൾ ഞാനും അദ്ദേഹം കൂടെ ഒരു ഡീലിലെത്തുന്നു. പക്ഷേ ഡീല് ഇങ്ങനെയാണ്, ഞാൻ അദ്ദേഹത്തിനോട് പറയുവാണ്, എൻ്റെ കയ്യിലുള്ള ഗോൾഡ് കോയിൻ ഞാനിപ്പോൾ ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്, ഞാനത് എടുത്തുകൊണ്ട് ഈവനിങ് 4 മണി ആകുമ്പോഴത്തേക്ക് നിന്റെ വീട്ടിൽ കൊണ്ടുതരാം, ആ സമയം ആകുമ്പോഴത്തേക്ക് നീ എനിക്ക് ആ 10,000 രൂപയ്ക്ക് തന്നാൽ മതി എന്ന് ഞാൻ ഡീലിലാക്കുന്നു. അപ്പോൾ ആക്ച്വലി എൻ്റെ കയ്യിൽ കോയിൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡീലൊക്കെ ഒപ്പിട്ടിട്ട് പുള്ളിയുടെ വീട്ടിൽ പോകുന്നു, ഞാൻ വേറെ പരിപാടിയൊക്കെ നോക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കോയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ കോയിൻ എവിടെ നിന്നെങ്കിലും ഒപ്പിക്കണം. അപ്പോൾ എനിക്കറിയാം ഉച്ചയ്ക്ക് ശേഷം കോയിനിൻ്റെ വില 8,000 രൂപയായിട്ട് കുറയുമെന്നുള്ള എൻ്റെ ടെക്നിക്കൽ അനാലിസിസിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷമായി കോയിൻ്റെ വില 10,000-ൽ നിന്ന് 8,000-ലേക്ക് താന്നു. അപ്പോൾ ഉച്ച ആകുമ്പോഴത്തേക്ക് ഞാൻ വേറെ ഒരു സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്നത്, അതായത് കോയിൻ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു സെല്ലറിനെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ഇന്ന് പറയുന്നു, എനിക്ക് ഇപ്പോൾ ഒരു കോയിൻ തന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് ഞാൻ പൈസ എത്തിച്ചേക്കാം എന്ന് പറഞ്ഞൊരു ഡീൽ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഈ സെല്ലർ എന്ത് ചെയ്യുന്നു? സെല്ലർ ഈ കോയിൻ എനിക്ക് തരുന്നു.
അപ്പോൾ 8000 രൂപ കൊടുത്താൽ മതി. കാരണം ആ സമയമാകുമ്പോഴത്തേക്ക് പ്രൈസ് 8000 രൂപയുള്ളൂ. അപ്പോൾ 8000 രൂപയ്ക്ക് ഞാൻ ഈ സെല്ലറുടെ ഈ കോയിൻ വാങ്ങിക്കുന്നു. ഞാൻ നേരെ ആദ്യം എന്നെ വന്ന് കണ്ട ആളുടെ വീട്ടിലോട്ട് ചെല്ലുന്നു, അവിടെ കൊണ്ട് ഈ കോയിൻ കൊടുക്കുന്നു, അവിടുന്ന് 10000 രൂപ വാങ്ങിക്കുന്നു. ഞാൻ തിരിച്ചിവിടെ വരുന്നു, ആ സെല്ലറിന് ഞാൻ 8000 രൂപ കൊടുത്തു സെറ്റിലാക്കുന്നു, എനിക്ക് 2000 രൂപ ലാഭം. അപ്പോൾ ഈ ഒരു അനോലജിയിൽ എല്ലാവർക്കും പെട്ടെന്ന് തോന്നുന്ന ഒരു സംശയം, ഞാൻ ഈ കോയിനും കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അതായത് അദ്ദേഹത്തിനും അറിയാമല്ലോ ഇപ്പോൾ 8000 രൂപയുള്ളൂ എന്നുള്ളത്. എടാ എനിക്ക് വേണ്ട, ഞാൻ മേടിക്കുന്നില്ല, ഞാൻ വേറെ മേടിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഡീൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഡീൽ ഒപ്പിട്ടതാണ്, രാവിലെ നമ്മൾ ഓൾറെഡി ഡീൽ ഒപ്പിട്ടു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ ഇവിടെ നടന്ന സംഭവം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഒരു ഗോൾഡ് കോയിൻ ഒരാൾക്ക് വിറ്റു. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ വിറ്റത്. കാരണം എനിക്കറിയാം അതിൻ്റെ വില ഉച്ച കഴിഞ്ഞ് താഴോട്ട് പോകുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് പണം ഉണ്ടാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം ഞാൻ വിൽക്കുകയാണ്. ഇനി നമ്മൾ ഇതേ സംഭവം സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നാൽ ഇതേ കാര്യം തന്നെ നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിലും ചെയ്യാം. നമുക്കിപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോകും എന്ന് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്ത് നമുക്ക് മനസ്സിലായത് താഴോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് പാർട്ടിൽ കണ്ട ആ എക്സാമ്പിൾ തന്നെ എടുക്കാം. 100 രൂപയായിരുന്ന സ്റ്റോക്ക് 110 എത്തി, നമ്മൾ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി. 110 നിന്നും അത് ഇനിയും താഴെ 90 എത്തുമെന്നാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഈ ഗോൾഡ് കോയിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സെല്ലറിനെ ബയറിനെ ഒന്നും കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്തോളൂ. നമ്മളിതൊന്നും ചെയ്യേണ്ട. നമ്മൾ ബൈയോ സെല്ലോ ഓർഡർ മാത്രം കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. നമ്മുടെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ആ സ്റ്റോക്കിൻ്റെ വില എത്രയാണ്? 110 രൂപ. അപ്പോൾ അത് താഴോട്ട് പോകുമെന്നാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം തന്നെ ഇത് സെല്ല് ചെയ്യാനുള്ള ഓർഡർ അങ്ങ് ഇടുന്നു. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് വാങ്ങിക്കാൻ ഒരാളെയൊക്കെ കണ്ടുപിടിച്ച് ഡീലൊക്കെ എല്ലാം റെഡി ആക്കിക്കോളും. ഈ ഡീലിൽ നിന്ന് പിന്നെ ആർക്കും പിന്മാറാനൊന്നും പറ്റില്ല. ഞാൻ സെല്ല് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ തല്ലിക്കൊന്നിട്ടായാലും വൈകുന്നേരത്തിനുള്ളിൽ ഈ സാധനം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്ക് വേണ്ടിയിട്ട് ഒരു ബയറിനെ കണ്ടുപിടിക്കുന്നു, എല്ലാം ഡീൽ ഒപ്പിടുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനമാണ് നമ്മൾ വിറ്റത്. അപ്പോൾ നമ്മൾ ആ സ്റ്റോക്ക് എവിടെന്നെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ പ്രൈസ് കുറയാനായിട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. പ്രൈസ് 100 90 ആയപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ബൈ ഓർഡർ ഇടുന്നു. ബൈ ഓർഡർ ഇടുമ്പോഴത്തേക്ക് അവിടെ സെല്ല് ചെയ്യാൻ വേറൊരു സെല്ലർ കാണും. നമ്മൾ അവരുടെ നിന്ന് വാങ്ങിക്കുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി തന്നെ. നമ്മൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ വെറുതെ ഓർഡർ ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ മാർക്കറ്റ് വൈകുന്നേരം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അതിനുശേഷം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ചെയ്യും. സ്റ്റോക്ക് ആർക്കാന്ന് വെച്ചാൽ ആരുടെ കൊടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് തരും. ഇനി വേറൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഊഹിക്കുന്നത് ഇതിന്റെ പ്രൈസ് താഴോട്ട് പോകുന്നതാണ്. പക്ഷേ നമ്മുടെ കണക്കൂട്ടൽ തെറ്റി, പ്രൈസ് മുകളിലോട്ട് പോയി നിങ്ങൾ വെക്കുക. അതായത് 110 ആയിരുന്നത് 120 130 ഒക്കെ ആയി. നമ്മൾ രാവിലെ ഇത് ഓൾറെഡി വിറ്റത് എത്ര രൂപയ്ക്ക്? 110 രൂപയ്ക്ക്. അപ്പൊ നമുക്ക് ഈ ഡീലിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം ഡീൽ എന്തൊക്കെ പറഞ്ഞാലും ഡീല് തന്നെയാണ്. നമ്മൾ 110 ഈ സാധനം വിറ്റു, അതിന്റെ പ്രൈസ് പിന്നെ മുകളിലോട്ട് പോയാൽ നമുക്ക് ആ കിട്ടുന്ന പ്രൈസിന് വാങ്ങിച്ച് ഇത് കൊടുത്തേ പറ്റൂ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം നമ്മൾ സഹിക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പൊ ഈ ഒരു സംഭവം ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സ്റ്റോക്ക് നമുക്ക് വിൽക്കാം. അന്നത്തെ ദിവസം തന്നെ ഈ സംഭവങ്ങളെല്ലാം സെറ്റിൽ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ടു ലോങ് പൊസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സ്റ്റോക്ക് നമ്മൾ ആദ്യം തന്നെ വിറ്റിട്ട് പിന്നെ ബൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുക എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ലോങ് പൊസിഷൻ, അതായത് ആദ്യം ബൈ ചെയ്ത് പിന്നെ സെല്ല് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കണ്ടത് ഷോർട്ട് പൊസിഷൻ. ഈ ഷോർട്ട് എന്ന് പറയുന്ന വാക്ക് ആക്ച്വലി ഷോർട്ടേജ് ആണ്. നമ്മൾ ആ ഗോൾഡ് കോയിൻ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് എടുത്താൽ, ഞാൻ ആദ്യം തന്നെ ഒരു കോയിൻ വിറ്റു. അത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കോയിനാണ് ഞാൻ വിറ്റത്. അപ്പോൾ ആ ബയർ ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്നൊരു കോയിൻ വാങ്ങി വൈകുന്നേരം പുള്ളി കട അടയ്ക്കുന്നതിന് മുമ്പ് പുള്ളിയുടെ കയ്യിൽ എനിക്ക് ഈ കോയിൻ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ കോയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഒരു കോയിൻ ഷോർട്ടേജിലാണ്. സോ എൻ്റെ പൊസിഷനെ നമുക്ക് ഷോർട്ട് പൊസിഷൻ എന്ന് വിളിക്കാം. ഇത്രയുള്ള കാര്യം, സിമ്പിൾ. അപ്പോൾ ഇനി ആരെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് പൊസിഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം, അതല്ലെങ്കിൽ വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇപ്പം നിങ്ങൾക്കും അറിയാം അത് എന്താണ് എന്ന്. ഓൾറൈറ്റ്, അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്തിട്ട് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ള 2 കാരണങ്ങൾ അല്ലെങ്കിൽ 2 മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തെ കീ റീസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള 2 പോയിന്റ്സ് ഉണ്ട്, അത് ഞാനൊന്ന് പറയാം. ഓൾറൈറ്റ്, അപ്പം നമ്മളിപ്പോൾ ഷോർട്ട് സെല്ലിങ്ങിനെ പറ്റി പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന കാര്യം ഞാനൊരു എക്സാമ്പിളിൽ കൂടെ തന്നെ പറയാം. ഞാൻ ഒരു സ്റ്റോക്ക് 120 രൂപയ്ക്ക് ആദ്യം തന്നെ സെല്ല് ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന്റെ പ്രൈസ് താഴോട്ട് പോകുമെന്നാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കണക്കൂടലൊക്കെ തെറ്റി. അതിന്റെ പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 125 130 അങ്ങനെ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് എക്സിറ്റ് ആയി പോവാം. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യും 3:30 നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി സെല്ല് ചെയ്തു. ഈ സെല്ല് ചെയ്ത സ്റ്റോക്ക് നമുക്ക് ബൈബാക്ക് ചെയ്യണം. അപ്പോൾ പ്രൈസ് കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ മിണ്ടാതെ രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതണ്ട. NSE BSE ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ബ്രോക്കർ, നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു 3:20 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രോക്കർ തന്നെ ഒരു ബൈ ഓർഡർ ഇട്ട് സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല.
ഈ കാര്യത്തിലൊരു തീർപ്പാക്കുക എന്ന് മാത്രമാണ് അർത്ഥം. അതായത് നമ്മൾ ഓൾറെഡി സെല്ല് ചെയ്തു, ഇപ്പം നെഗറ്റീവിൽ നിൽക്കുകയാണ്, ആ നെഗറ്റീവിൽ കൊണ്ട് തിരിച്ച് വന്നിട്ട് സീറോയിലാക്കും, അവർ ബൈ ഓർഡർ ഇടും എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യുന്ന സമയത്ത് മിക്ക സമയത്തും ഒരു ഓട്ടോ സ്ക്വയർ ഓഫ് ഫീയും കൂടെ നമ്മുടെ ബ്രോക്കർ നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി നഷ്ടത്തിലിരുന്ന നമ്മൾ കൂടുതൽ നഷ്ടത്തിലോട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓട്ടോ സ്ക്വയർ ഓഫിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരുപാട് ടെക്നിക്കാലിറ്റിയിലോട്ടോ ഒരുപാട് കൺഫ്യൂഷനും ആക്കാൻ ഞാൻ പോകുന്നില്ല. നിങ്ങൾ ഇത്രമാത്രം ഇപ്പം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇൻട്രാഡേ ട്രേഡിംഗിൽ മാത്രമാണ് തൽക്കാലം നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ സാധിക്കുന്നത്, അതായത് ഈ ഷോർട്ട് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് ഞാൻ സെല്ല് ചെയ്തിട്ട് എനിക്കൊരു ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ ബൈ ബാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ തൽക്കാലം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വേറെ കുറച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഡെറിവേറ്റീവ്സ് ഒക്കെ മനസ്സിലാക്കുന്ന സമയത്തും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം അത്രയും കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇൻട്രാഡേ ട്രേഡിംഗിൽ മാത്രമാണ് നമുക്ക് ഈ ഷോർട്ട് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റോക്ക് ബൈയോ സെല്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രോക്കറിൻ്റെ ആ ഓർഡർ ഫോമിൽ തന്നെ നമുക്കിങ്ങനെ കൊടുക്കാം. ഞാൻ ലോങ് ടേമിലാണ് വാങ്ങിക്കുന്നത്, ഡെലിവറി ആണ്, അതല്ലെങ്കിൽ ഇൻട്രാഡേ ആണ്, ഈ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. നമ്മൾ ഇൻട്രാഡേ ആണെങ്കിൽ, നമ്മൾ ഇൻട്രാഡേ ആണ് ചൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആദ്യം സെല്ല് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ആ സ്ക്രീനിൽ എങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നതെന്നൊക്കെ നെക്സ്റ്റ് സെക്ഷനിൽ തന്നെ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓൾറൈറ്റ്, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ വാട്ട് മേക്സ് ഇൻട്രാഡേ ട്രേഡിംഗ് ഡിസൈറബിൾ പാർട്ട് 3. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കി തരാൻ പൊട്ടൻഷ്യൽ ഉള്ളതിൻ്റെ 3ാമത്തെ കാരണം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ശരിക്കും ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് കാണിക്കാം, അതല്ലെങ്കിൽ ബൈ ചെയ്യുന്ന ഒരു ഓർഡർ ഫോം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇത് റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് HDFC ബാങ്ക് ആണ്. അത് ഞാൻ വീണ്ടും പറയുന്നത് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് ഞാൻ ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. ഈ പോപ്പപ്പ് ചെയ്തു വരുന്ന ഈ കുറേ കാര്യങ്ങളൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. അതൊന്നും ഇപ്പോൾ വറി ചെയ്യേണ്ട. ഇപ്പം ഞാൻ പറയുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്കിവിടെ കാണാം 2011 രൂപ 20 പൈസ. അതാണ് ഇപ്പോൾ HDFC ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള പ്രൈസ്. അപ്പോൾ നമുക്ക് തൊട്ട് താഴെ കാണാം റിക്വയർഡ് എമൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. റിക്വയർഡ് എമൗണ്ട് എത്രയാണ്? 2011.20. അതായത് 2000 രൂപയുടെ സാധനം നമുക്ക് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ റിക്വയർ ആയിരിക്കേണ്ട പൈസ 2000 രൂപ. അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. പക്ഷേ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ ഡെലിവറിയാണ്. ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആ സ്റ്റോക്ക് ഇനി വാങ്ങിക്കുകയാണ്. ഞാൻ വാങ്ങിച്ച ഡെലിവറി എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാണ്. അത് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ല. അത് ഞാൻ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ സ്വിംഗ് ട്രേഡോ ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ ചിലപ്പോൾ വിൽക്കാനായിരിക്കും എൻ്റെ പ്ലാൻ. അതല്ലെങ്കിൽ ഞാൻ 5 വർഷത്തേക്ക് എൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യായിരിക്കും. അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്നതിനെയാണ് ഡെലിവറി എന്ന് പറയുന്നത്. പക്ഷേ ഞാനിവിടെ ഡെലിവറി അല്ല ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണ്? ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ തൊട്ടിപ്പുറത്തൊരു ഓപ്ഷൻ കിടപ്പുണ്ട് ഇൻട്രാഡേ ട്രേഡിംഗ്. അപ്പോൾ ഇൻട്രാഡേ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റിക്വയർഡ് എമൗണ്ട് എന്ന് പറയുന്ന അതേ ഓപ്ഷനിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നത് 402 രൂപ 24 പൈസ. അതായത് 2011 രൂപ 20 പൈസ ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ 402 രൂപ 24 പൈസയ്ക്കാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഈ 2011.20 ഡിവൈഡഡ് ബൈ 402.24 എന്ന് അടിച്ചാൽ എനിക്ക് കൃത്യം 5 എന്ന് കിട്ടും. അതായത് ആ സ്റ്റോക്കിന്റെ വിലയുടെ 5-1 കൊടുത്താൽ എനിക്ക് ആ സ്റ്റോക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഈ സംഭവത്തിനെയാണ് ലെവറേജ് എന്ന് പറയുന്നത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് തരുന്നൊരു സംഭവമല്ല, നമ്മുടെ ബ്രോക്കർ നമുക്ക് തരുന്നൊരു സംഭവമാണ്. ഈ സ്റ്റോക്കിന്റെ വില ഇപ്പോഴും 2011 തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പൈസ തൽക്കാലം ബ്രോക്കർ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എന്താണ്? നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഇന്ന് തന്നെ നമ്മൾ സംഭവങ്ങളെല്ലാം സെറ്റിൽ ഓഫ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രോക്കറാണ് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി തരുന്നത്. 5 ഇരട്ടി പൈസയുടെ ഫെസിലിറ്റി. ഇതിനാണ് 5 ടൈംസ് ലെവറേജ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ 1000 രൂപ കൊണ്ടാണ് ട്രേഡ് ചെയ്യാൻ വരുന്നതെങ്കിൽ എനിക്ക് 5000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള ഫെസിലിറ്റി ഈ ബ്രോക്കർ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാ ബ്രോക്കേഴ്സും, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അപ്സ്റ്റോക്സ് ആണ്. അപ്സ്റ്റോക്സ് തരുന്നത് 5 ഇരട്ടി ലെവറേജ് ആണ്, 5 ടൈംസ് ലെവറേജ് ആണ്. എല്ലാ ബ്രോക്കേഴ്സും 5 ടൈംസ് അല്ല. എനിക്ക് തോന്നുന്നു മിക്ക ബ്രോക്കേഴ്സും ഇപ്പോൾ തരുന്നത് 5 ടൈംസ് തന്നെയാണ്. പക്ഷേ ചിലർ 10 ടൈംസ് 20 ടൈംസ് ഒക്കെ തന്നേക്കാം. പക്ഷേ ഓരോ ബ്രോക്കറും ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുന്നിടത്ത് 5 ടൈംസ് ലെവറേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ വളരെ കുറവാണെങ്കിലും നമുക്ക് 5 ഇരട്ടി പൈസയ്ക്കുള്ള ട്രേഡ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ബെനിഫിഷ്യൽ ആവുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു സ്റ്റോക്കിൻ്റെ വില 100 രൂപയാണെന്ന് വയ്ക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രേഡ് ചെയ്യാൻ 1000 രൂപയുണ്ട്. എൻ്റെ ഈ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ 1000 രൂപ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ബ്രോക്കറേജ് ഫീസോ ഈ കാര്യങ്ങളൊന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം തൽക്കാലം നമുക്ക് കാര്യങ്ങൾ സിംപ്ലിഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ എനിക്കറിയാം ഈ സ്റ്റോക്കിൻ്റെ വില 120 ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബൈ ചെയ്യാൻ പോവാണ്. എനിക്കിപ്പോൾ ലെവറേജ് ഇല്ല എന്ന് കരുതുക. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില 100 രൂപ. എനിക്ക് 10 എണ്ണം വാങ്ങിക്കാം. 120 ആവുന്ന സമയത്ത് എനിക്ക് 200 രൂപ ലാഭം.
ഇനി ലെവറേജ് ഉണ്ടെങ്കിലോ എൻ്റെ കയ്യിലുള്ള 1000 രൂപ വെച്ച് എനിക്ക് 5000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കാം. അതായത് 50 സ്റ്റോക്ക് വാങ്ങിക്കാം. അത് 120 ആവുന്ന സമയത്ത് ഞാൻ വിൽക്കുന്നു. എനിക്ക് എത്ര രൂപ ലാഭം കിട്ടും? 1000 രൂപ. അതായത് ലെവറേജ് ഇല്ലായിരുന്ന സമയത്ത് എനിക്ക് 100 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയതെങ്കിൽ ലെവറേജ് ഉള്ളപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് 500 രൂപയാണ്. 5 ഇരട്ടി. അതായത് കിട്ടിയ ലെവറേജിന്റെ അത്രയും ഇരട്ടി തന്നെ പ്രോഫിറ്റും എനിക്ക് ഉണ്ടാക്കാം എൻ്റെ കയ്യിലുള്ള സെയിം ക്യാപിറ്റൽ വെച്ച്. അപ്പോൾ ഇതാണ്, അതായത് എൻ്റെ കയ്യിൽ വളരെ ലോ ക്യാപിറ്റൽ ആണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു ലെവറേജും കൂടെ കിട്ടുന്നത് കൊണ്ടാണ് ഈ ഇൻട്രാഡേ ട്രേഡിംഗ് ഇത്രത്തോളം ഡിസൈറബിൾ ആവുന്നത്. പക്ഷേ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എല്ലാം ഈ ലെവറേജിൽ പോസിറ്റീവ് അല്ല. നമുക്ക് സെയിം എക്സാമ്പിൾ ഒന്നുകൂടെ എടുക്കാം. 100 രൂപയ്ക്കാണ് ഞാൻ സ്റ്റോക്ക് വാങ്ങിച്ചത്. 120 ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ 120 ആയില്ല, 90 പോയത്. അപ്പോൾ ഞാൻ ലെവറേജ് ഒന്നും എടുക്കാതാണ് ഞാൻ വാങ്ങിയതെങ്കിൽ എനിക്ക് ഒരു സ്റ്റോക്കിൽ 10 രൂപയുടെ നഷ്ടം. അതായത് എൻ്റെ കയ്യിലുള്ള 100 രൂപ എനിക്ക് നഷ്ടമായി. എൻ്റെ കയ്യിൽ ബാക്കി 900 രൂപ കാണും. അപ്പോൾ നാളെ തൊട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 900 രൂപ മാത്രമേ കാണൂ. പക്ഷേ ഞാൻ ലെവറേജ് എടുത്താൽ 50 സ്റ്റോക്ക് ആയിരിക്കും ഞാൻ വാങ്ങിക്കുന്നത്. എനിക്ക് വരാൻ പോകുന്ന നഷ്ടം എത്രയാണ്? 500 രൂപ. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ 1000 രൂപയാണ്, അതിൽ 500 രൂപ ഇപ്പം തന്നെ പോയി. അപ്പോൾ നാളെ തൊട്ട് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ബാക്കിയിരിക്കുന്നത് 500 രൂപയാണ്. ഈ 1000 വെച്ച് നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷേ അത് 1 ലക്ഷമായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ബാക്കി 50000 രൂപ മാത്രമേ കാണൂ. അപ്പോൾ ഈ ലെവറേജ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് 5 ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ കൺവിക്ഷനോ അതല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനോ തെറ്റി ലോസിലേക്ക് പോയാൽ നമുക്ക് 5 ഇരട്ടി ലോസും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു നഷ്ടം മാത്രമല്ല, നമ്മളുടെ ക്യാപിറ്റലിന്റെ ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് കുറയുന്നത് കൊണ്ട് തന്നെ തിരികെ നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് എത്താൻ തന്നെ നമ്മൾ ചിലപ്പോൾ കുറെ സമയം എടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാം ഓവറോൾ ഒരു വലിയ നഷ്ടമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ലെവറേജിനെ പറ്റി പല ആളുകളും, പല വിവരമുള്ള ആളുകളും പറയുന്നത് ഇത് സെയിം ടൈം വളരെ ഹെൽപ്ഫുൾ ആണെങ്കിൽ പോലും നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വാള് പോലെയാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് തന്നെ ആയിരിക്കും പണിയായിട്ട് കിട്ടാൻ പോകുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ ഹോൾ ക്യാപിറ്റലിനെ വൈപ്പ് ഓഫ് ചെയ്തു എന്നും വരാം. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കുള്ള കൺവിക്ഷൻ എത്രത്തോളം സ്ട്രോങ് ആണോ നമുക്ക് അത്രത്തോളം ലെവറേജ് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ പ്ലാനിംഗ് ഒക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യുക. ഇനി നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് കുറേ കാലം മുമ്പ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമായിരുന്നു നമുക്ക് ലെവറേജ്. പക്ഷേ ഇപ്പോൾ ഡെലിവറി ഓപ്ഷൻസിൽ പോലും നമുക്ക് ഇതുപോലത്തെ ലെവറേജസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ മാർജിൻ ട്രേഡ് ഫണ്ടിങ് MTF എന്ന് പറയും. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരുപാട് ഇറങ്ങുന്നില്ല, കാരണം നമ്മൾ ഇന്ന് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് കൂടുതൽ പഠിക്കുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗിൽ നമുക്ക് കടമായിട്ട് തരുന്ന ഈ പൈസയ്ക്ക് നമ്മുടെ ബ്രോക്കർ നമ്മുടെ അടുത്ത് നിന്ന് ഇൻട്രസ്റ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല. പക്ഷേ സ്വിംഗ് ട്രേഡിംഗിൽ നമുക്ക് നമ്മുടെ ബ്രോക്കർ ഇതേപോലെ കടമായിട്ട് പൈസ തരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ നമ്മൾ കയ്യിൽ കീപ്പ് ചെയ്യുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെറിയൊരു ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇപ്പോൾ അപ്സ്റ്റോക്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോ 40000 രൂപ നമ്മൾ ബോറോ ചെയ്യുന്നതിനും ഓരോ ദിവസവും നമ്മൾ 20 രൂപയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ റിലവൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ, പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഞാനിത് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് പറയാം. പ്രോസ്, അതായത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ. ഒന്ന്, ഓവർനൈറ്റ് റിസ്ക് ഇല്ല. ഓവർനൈറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങി നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് വിൽക്കുന്നതിൽ ഒരു ഓവർനൈറ്റ് റിസ്ക് ഉണ്ട്. അതായത് നമ്മൾ ആ കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. നാളെ നമ്മുടെ മാർക്കറ്റിന് എന്തെങ്കിലും സംഭവിക്കാം, അതല്ലെങ്കിൽ ആ കമ്പനിക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വരാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ വാല്യൂ താഴോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്, സ്റ്റോക്കിന്റെ പ്രൈസും താഴോട്ട് പോകും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കും, അതല്ലെങ്കിൽ ഇന്ന് തന്നെ വിറ്റ് ഇന്ന് തന്നെ വാങ്ങും, ഇന്ന് തന്നെ നമ്മുടെ എല്ലാ സെറ്റിൽമെന്റും തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവർനൈറ്റ് റിസ്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇന്ന് തന്നെ അറിയും. അതിനുവേണ്ടി നമ്മൾ കുറേ നാളത്തേക്ക് കാത്തിരിക്കാനായിട്ടുള്ള ആവശ്യമില്ല. ഇനി മൂന്നാമതായിട്ട്, നിങ്ങൾക്കൊരു സിസ്റ്റം വെച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ കൃത്യമായിട്ട് ആഴ്ചയിൽ ഇന്ന ദിവസം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ആഴ്ചയിൽ അതല്ലെങ്കിൽ മാസത്തിൽ നിങ്ങൾ കുറേ ദിവസം ഇതിന് മുമ്പ് ഇരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി അതല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇൻട്രാഡേ ട്രേഡിംഗിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾ വലിയ ലോസിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഒക്കെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് കുറേ നാൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ കണ്ടെത്തി അതിൽ നിങ്ങൾക്ക് പഠിച്ച് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. അതേസമയം ചില ടൈപ്പ് ഓഫ് ട്രേഡിംഗ്, ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എക്സിറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. മേ ബി 1 വീക്കിലോ 2 വീക്കിലോ 3 വീക്കിലോ ഒക്കെ ആയിരിക്കും നമ്മളത് എക്സിറ്റ് ചെയ്ത് പോകുന്നത്. എനിക്ക് പേഴ്സണലി ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ഒരു വലിയ പോസിറ്റീവായിട്ട് ആണ് ഈ കാര്യം തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് കോൺസ് നോക്കാം, അതായത് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ മാർക്കറ്റ് അവേഴ്സിൽ തന്നെ പ്രസന്റ് ആയിരിക്കണം. അതായത് രാവിലെ മാർക്കറ്റ് തുടങ്ങി വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ പ്രസന്റ് ആയിരിക്കണം. ആ സമയത്ത് തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിലോ അതല്ലെങ്കിൽ എന്നെ പോലെ വേറൊരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിലോ ആ ടൈം മാനേജിങ് അത്യാവശ്യം നല്ല ചലഞ്ചിങ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇമോഷണലി വളരെ വളരെ സ്ട്രെയിനിങ് ആണ്. നഷ്ടം ഉണ്ടാകുന്ന സമയത്ത് സൈക്കോളജിക്കലി നമ്മൾ ഇതിനെ ഡീൽ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഇമോഷണലി നമ്മൾ
നല്ല രീതിയിൽ താഴോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ട്രേഡിംഗ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഇതൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ തന്നെയാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ളൊരു സൊല്യൂഷൻ. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ക്യാപിറ്റലും വൈപ്പ് ഔട്ട് ആയി പോകാനുള്ള ചാൻസസും ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് ഇൻട്രാഡേ ട്രേഡിംഗിൽ അത്യാവശ്യമാണ്. നമ്മൾ തുടർച്ചയായിട്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒന്ന് പോസ് ചെയ്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൃത്യമായിട്ട് ആ മിസ്റ്റേക്സ് മനസ്സിലാക്കി അവിടെ നിന്ന് ലേൺ ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയും സ്കില്ലും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യം ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ഒരു മോശമായിട്ട് ഞാൻ പറയുന്നില്ല. ഹൈ ഇൻകം സ്കിൽ ഏത് നിങ്ങൾ ചെയ്താലും ഈ ഒരു കാര്യം ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്നിട്ട് നമ്മൾ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പഠിക്കാനില്ല എന്ന് ചിന്തിച്ച് ഒരിക്കലും ഇവിടോട്ട് ഇറങ്ങരുത്. ഇതൊരു ലോങ് ടേം ലേണിംഗ് ഫേസും കൂടാണ് എന്ന് മനസ്സിലാക്കുക. അതും ഈ ട്രേഡിങ്ങിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ ഞാൻ പറയുന്നത്, ഹൈ ഏർണിംഗ് പൊട്ടൻഷ്യലുള്ള ഏത് സ്കില്ല് നിങ്ങൾ പഠിച്ചാലും അതിന് കണ്ടിന്യൂസ് ലേണിംഗ് അത്യാവശ്യമാണ്. ഇനി ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇൻട്രാഡേ ട്രേഡിംഗ് റിസ്കി. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ നമ്മൾ മിക്ക ആൾക്കും തോന്നുന്ന കാര്യം, ഇൻട്രാഡേ ട്രേഡിംഗ് അടിപൊളിയാണ്, പ്രൈസ് മുകളിലോട്ട് പോയാലും പൈസ, താഴോട്ട് പോയാലും പൈസ, പിന്നെ ഇഷ്ടം പോലെ ലെവറേജ്, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ട്രേഡിംഗ് എന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിലും, നമ്മൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ വളരെ ഫേവറബിൾ ആണെങ്കിൽ പോലും ട്രേഡിംഗ് ചെയ്യുന്ന 90% ആളുകളും ലോസിലാണ് എന്ന് മാത്രമല്ല, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോയി ഈ ട്രേഡിംഗ് ഉണ്ടാക്കുന്നതെല്ലാം അവർക്ക് ലോസ് ആയാൽ പോലും നിർത്താൻ പറ്റാതെ, ട്രേഡ് എടുക്കാൻ പറ്റാതിരിക്കുന്ന ദിവസങ്ങളിൽ കൈവിറയ്ക്കുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സീരീസ് മുന്നോട്ട് കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഫൗണ്ടേഷനിലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാജിക്കലായി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നും നമ്മളിവിടെ പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുന്നത്, നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട്. അതാണ് എങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത്. ഈ ലോകത്തിലുള്ള എല്ലാ ടെക്നിക്കൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുകയും പുസ്തകങ്ങൾ നമ്മൾ വായിക്കുകയും അത് നന്നായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്താൽ പോലും നമ്മുടെ സൈക്കോളജി ശരിയായില്ലെങ്കിൽ ഒരിക്കലും ട്രേഡിങ്ങിൽ നിന്ന് നമ്മൾ പൈസ ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി. സൈക്കോളജി ശരിയായിട്ടുള്ള ഒരു ട്രേഡർക്കും സൈക്കോളജി ശരിയല്ലാത്തൊരു ട്രേഡർക്കും ഈ സിമ്പിൾ സ്ട്രാറ്റജി കൊടുത്താൽ, സൈക്കോളജി ശരിയായിട്ടുള്ള ആ ട്രേഡർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ചാൻസ്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എത്രത്തോളം അടിപൊളിയാണ്, അതല്ലെങ്കിൽ ആർക്കും കിട്ടാത്തൊരു സ്ട്രാറ്റജിയാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ പോലും നമ്മുടെ സൈക്കോളജി ശരിയല്ലെങ്കിൽ പൈസ ലോങ് ടേമിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മൾ മുന്നോട്ട് ഈ സീരീസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ സൈക്കോളജി കറക്റ്റ് ചെയ്യണം എന്നുള്ള വീഡിയോസും നമ്മൾ പഠിക്കും. ആ വീഡിയോസ് ഒന്നും കാണാൻ വലിയ രസമൊന്നുമില്ല, അതുകൊണ്ട് അതൊക്കെ സ്കിപ്പ് ചെയ്തേക്കാം എന്ന് കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള വേറെ ഒരു സജഷൻ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പണം മാത്രം എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കൊണ്ടുവരാനും അവിടെ വെച്ച് ട്രേഡ് ചെയ്യാനും ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ദയവ് ചെയ്ത് അത്യാവശ്യമായിട്ട് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന പൈസയോ കടമെടുത്ത പൈസയോ ഒന്നും ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്ന് ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് ഈ സീരീസ് കാണുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ള തീരുമാനമായിരിക്കും ട്രേഡിംഗ് പഠിക്കുക, അതല്ലെങ്കിൽ ഈ സീരീസ് മുന്നോട്ട് കാണുക എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ട് പേടിക്കാനല്ല, റിയാലിറ്റി എന്താണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. മേ ബി എല്ലാ ആളുകളും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരില്ലായിരിക്കും, അതുകൊണ്ടാണ് ഇത് പറയാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഓൾറൈറ്റ്, അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്താണ്, അവിടെ നിന്നും എങ്ങനെയാണ് ഒരു പ്ലാറ്റ്ഫോം എടുത്തു വെച്ചാൽ അവിടെ ഓർഡർ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ മുന്നോട്ട് ഇൻ ഡെപ്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പിക്ക് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ സമയവും പറയുന്നത് പോലെ തന്നെ ട്രേഡിംഗ് പഠിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാരണവശാലും ലോങ് ടേം ഇൻവെസ്റ്റിംഗ് വിട്ട് കളയരുത്. ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അത് കണ്ട് ഇൻവെസ്റ്റിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക.